നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യക്കെതിരെ ഉക്രൈൻ കുരുക്ക് മുറുക്കുന്നതിനിടെ ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക. വരും മാസങ്ങളിൽ സൈനിക വിന്യാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഉക്രൈൻ റഷ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ നടത്തുന്ന അക്രമങ്ങൾ വലിയ ഭീഷണി സൃഷ്ടിക്കുകയാണ്. സെപ്റ്റംബർ 20-ന് റഷ്യയിലെ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയാകും. ഇതോടെ പുടിൻ അടുത്ത ഘട്ടം പണി തുടങ്ങുമെന്നാണ് ചെക്ക് പ്രസിഡന്റ് ഫെഡർ പവേൽ മുന്നറിയിപ്പ് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റഷ്യ യുദ്ധം ഊർജിതമാക്കും. അതിനു മുൻപുള്ള 2 മാസങ്ങളിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ ഉക്രൈന് സമയം കിട്ടും. ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്, പവേൽ പറയുന്നു. റഷ്യയിലെ പൊതുജനങ്ങൾ യുദ്ധത്തിനെതിരായി മാറുകയാണ്. ആഭ്യന്തര സാഹചര്യങ്ങളും മെച്ചമല്ല. ഉക്രൈൻ കടന്നു കയറി ആക്രമണം നടത്തുന്നത് മൂലം റഷ്യ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുകയും ചെയ്യുമെന്ന് പവേൽ ചൂണ്ടിക്കാണിക്കുന്നു. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ വാർഷികത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വിളിച്ചു ചേർത്ത വിരുന്നിൽ അതിഥിയായി മലയാളിയായ കോതമംഗലം സ്വദേശിനിയും. നാഷണൽ ഹെൽത്ത് സെന്ററിന്റെ 78ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 10 ഡൌണിംഗ് സ്ട്രീറ്റിൽ നടന്ന ക്ഷണിക്കപ്പെട്ടവർക്കായി നടത്തിയ പ്രത്യേക വിരുന്നിലാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച മിഡ് ആൻഡ് സൗത്ത് എക്സസ് NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ക്ലിനിക്കൽ പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്ന ഷൈനി ബേസിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ 24 വർഷമായി ബെസിൽഡനിൽ താമസിക്കുന്ന ഷൈനി ബാസിൽഡൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ബേസിൽ ചാക്കോയുടെ ഭാര്യയും ബാസിൽഡൻ NHS ആശുപത്രി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ലീഡ് നഴ്സുമായി ജോലി ചെയ്തു വരികയുമാണ്. അഭിമാന നിമിഷമാണിതെന്നും ബ്രിട്ടനിലെ മലയാളികൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമായി കാണുന്നുവെന്നും ഷൈനി ബേസിൽ പ്രതികരിച്ചു. UK-യിൽ പാലക്കാട് സ്വദേശിയായ യുവതിയുടെ മരണം പാരാമെഡിക് സേവനം വൈകിയതിനാൽ. 4 കുഞ്ഞുങ്ങളുടെ അമ്മയായ യുവതിയുടെ മരണം UK മലയാളികളെയാകെ വേദനയിലാഴ്ത്തുകയാണ്. പാലക്കാട് കാരക്കുറിശി സ്വദേശിയായ എമിലിന്റെ ഭാര്യ ചിഞ്ചുവാണ് മരിച്ചത്. 34 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രസവം. വൈകാതെ കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി NHS അധികൃതർ. എന്നാൽ വീട്ടിലെത്തിയതോടെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയായിരുന്നു. ആംബുലൻസ് സേവനം തേടിയെങ്കിലും ലിങ്കൺഷെയറിൽ ആംബുലൻസ് സേവനം കുറഞ്ഞത് തിരിച്ചടിയായി. 1 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരുമെന്ന് മനസ്സിലായതോടെ എമിൽ ഭാര്യയെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിരുന്നതായിട്ടാണ് പ്രാഥമിക പരിശോധനയിൽ ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. ചിഞ്ചുവിന്റെ മാതാപിതാക്കൾ UK-യിലുള്ളതിനാൽ മറ്റു കുഞ്ഞുങ്ങൾക്ക് ആശ്വാസമാണ്. 8ഉം 6ഉം 3ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് ദമ്പതികൾക്കുള്ളത്. കഴിഞ്ഞ ദിവസം പ്രസവിച്ച കുഞ്ഞിനെ ആശുപത്രി അധികൃതർ ഏറ്റെടുത്ത് പരിചരിക്കുകയാണ്. ട്രംപിനെ തീർക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായി ഇസ്രയേൽ ഇന്റലിജൻസ് നൽകിയ റിപ്പോർട്ടാണ് വെടിനിർത്തൽ റദ്ദാക്കി യുദ്ധം ഘടിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് റിപ്പോർട്ട്. ഈഗോയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ട്രംപിന് ഈ റിപ്പോർട്ട് കടുത്ത ഷോക്കായി മാറിയതോടെയാണ് സമാധാന ശ്രമങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധം ആരംഭിച്ചത്. 2 ദിവസമായി അടിയും തിരിച്ചടിയുമായി പുരോഗമിക്കുന്ന അക്രമം എണ്ണവില വീണ്ടും ഉയർത്താനും മിഡിൽ ഈസ്റ്റിനെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ഇറാനിലെ ആണവ പ്ലാന്റിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരൊറ്റ രാത്രിയിൽ 90 ഇറാൻ സൈനിക കേന്ദ്രങ്ങളാണ് US ആക്രമിച്ചത്. ഫോർമുസ് കടലിടുക്കിനെ നിയന്ത്രണത്തിലാക്കാൻ ഇരുവിഭാഗവും പോരടിച്ചാൽ യുദ്ധം നീണ്ടുപോകും. ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് എന്നാണ് സൂചന. അമേരിക്കൻ ക്രൂയിസ് മിസൈൽ ആണവ പ്ലാന്റിന് സമീപം വീണതായി ഇറാൻ ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ഭരണകൂടം നിലപാട് സ്വീകരിക്കുന്നത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.